ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബെഡ്റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ പ്ലംബിംഗ് വർക്ക് കാര്യങ്ങൾ എങ്ങനെ നീറ്റായിട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ പ്ലംബിംഗ് കഴിഞ്ഞു, അതിനുശേഷം ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് അത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പ്ലംബിംഗ് ലൈൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഇതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യമേ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നുണ്ട്. അത് 30 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, 30 സെൻറ്റിമീറ്ററാണ് വീതി വരുന്നത്. അതിൻ്റെ ടോപ്പ് വരുന്നത് 34 ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ ഫിനിഷിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലോർ ലെവൽ ആദ്യമേ തന്നെ കണ്ടുപിടിക്കണം. ഫ്ലോർ ലെവൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഈ ബാത്റൂം താത്തിയാണ് ഓൾറെഡി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ സെയിം ഹൈറ്റ് എത്രയാണോ, ആ കൊടുത്തിരിക്കുന്ന ബെൽറ്റ് എത്രയാണോ ആ സെയിം ഹൈറ്റാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് വേണം നമുക്ക് ഓരോ മെഷർമെൻറ്റും എടുക്കാനായിട്ട്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസീൽഡ് ഫ്ലഷാണ് വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് നമ്മളിപ്പോൾ കൺസീൽഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ കൊടുത്താലും നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ബെൽറ്റ് കാര്യങ്ങളൊന്നും പൊട്ടിക്കാതെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് അതിൻ്റെ അകത്തേക്ക് കൺസീൽഡ് ഫ്ലഷിലേക്ക് കയറിയിരിക്കുന്ന പൈപ്പ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ വാൽവ് ക്ലോസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെക്ഷൻ മാത്രം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോൾട്ട് സെറ്റ് കണ്ടോ, ഈ കൺസീൽ ഇത് വെക്കുന്നതിന് ഒരു ചെറിയൊരു മെഷർമെൻറ്റ് ഉണ്ട്. ആ മെഷർമെൻറ്റ് നമ്മൾ താഴെ നിന്നും, അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്നും ഫ്ലോർ ഫിനിഷ് ചെയ്തതിന് ശേഷം 14 ഇഞ്ച് നമുക്ക് അതിൻ്റെ നമ്മുടെ പറയുന്ന സ്ക്രൂവിൻ്റെ അല്ലെങ്കിൽ ആ നെറ്റ് ബോൾട്ടിൻ്റെ കറക്റ്റ് ആ താഴെ കിട്ടുന്ന രീതിയിലാണ്, ആ റാഡ് കിട്ടുന്ന രീതിയിൽ നമുക്ക് 14 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ പുറംഭിത്തി ആയതുകൊണ്ട് നേരെ നമ്മൾ പുറത്തേക്കാണ് തുളച്ചിരിക്കുന്നത്. പിന്നെ ഈ പൈപ്പ് നമ്മൾ ഓൾറെഡി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു 3/4 ഇഞ്ച് പൈപ്പ്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഫസ്റ്റ് ഫ്ലോറിൽ മുകളിലത്തെ നിലയിൽ ബാത്റൂം നമ്മൾ താത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന, അതായത് ഭാവിയിൽ വെള്ളം വരുന്ന ചെറുതായിട്ട് ടൈലിൻ്റെ അടിയിൽ നിന്നൊക്കെ വരുന്ന ഊറി വരുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പൈപ്പ് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് മസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ വരുന്നത് ട്രാപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ട്രാപ്പിൻ്റെ കാര്യങ്ങൾ നമ്മളൊരു കോർണറിൽ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ cpvc പൈപ്പാണ്. അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് ബാത്റൂമിൻ്റെ അകത്ത് കംപ്ലീറ്റ് എല്ലാം, ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം ചെയ്തിരിക്കുന്നത് cpvcയുടെ SDR11 എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. SDR11 അതിൻ്റെ അതിൻ്റെ നമ്മളെടുക്കുന്ന പൈപ്പ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷവർ, പിന്നെ ഡൈവേർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം നമ്മൾ കൊടുത്തിരിക്കുന്നത് 120 സെൻറ്റിമീറ്ററിലാണ് ഡൈവേർട്ടറിൻ്റെ ഇത് കൊടുത്തിട്ട് ഫിനിഷിംഗ് ലെവലിൽ നിന്ന്. സ്പൗട്ട് കൊടുത്തിരിക്കുന്നത് താഴെ നിന്നും 30 ഇഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷവർ കൊടുത്തിരിക്കുന്നത് 7 അടിക്ക്, അതായത് ആ ലിൻറ്റിൻ്റെ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. 7 അടി കിട്ടാവുന്ന രീതിയിലാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററും ഇതുപോലെ തന്നെ നമ്മൾ ആ ലെവലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 7 അടിക്ക് തൊട്ട് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ട്രാപ്പ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിൻ നേരെ ട്രാപ്പിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ട് സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാപ്പ് വഴിയാണ് നമ്മൾ കുളിക്കുന്ന വെള്ളവും അതിൻ്റെ കൂടെ തന്നെയാണ് വാഷ് ബേസിന് നേരെ ട്രാപ്പിൽ നിന്നും കുളിക്കുന്ന വെള്ളവും നമ്മുടെ 2 ഇഞ്ച് പൈപ്പ് വഴി നേരെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.